ഒരുപാട് ആളുകൾക്ക് ലക്ഷക്കണക്കിന് കടബാധ്യതയുള്ളവരുണ്ട്. വീട് നിർമ്മാണം നടത്തിയിട്ട് പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് ക്യാഷ് കൊടുത്ത് അത് തിരിച്ചു കിട്ടാതെ കടത്തിലകപ്പെട്ടവർ, ബിസിനസ്സിലേക്ക് ക്യാഷ് ഇറക്കിയിട്ട് ഓൺലൈൻ ബിസിനസ്സുകളിലും ഷെയർ മാർക്കറ്റുകളിലും ഓൺലൈൻ ട്രേഡുകളിലുമൊക്കെ ഇടപെട്ട് കോടിക്കണക്കിന് കടബാധ്യതയുമായി ചതിയിൽപ്പെട്ടവർ, വഞ്ചനയിൽപ്പെട്ടവർ, അങ്ങനെ വിവിധങ്ങളായ രൂപത്തിൽ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ എങ്ങനെ ഇത് വീടിക്കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലാതെ, എങ്ങനെ പ്രതീക്ഷിക്കാനാ? ജീവിതത്തിലെ ഓരോ ദിവസത്തിലെ അന്നാന്നത്തെ ചെലവിന് പോലും വകയില്ലാത്ത ആളുകൾ 60, 70, 80 ലക്ഷങ്ങൾ പോലെയുള്ള ഭീമമായ തുകകളെ കൊണ്ട് കടത്തിലകപ്പെട്ടവർ, അവർക്കെങ്ങനെ പ്രതീക്ഷയുടെ വെളിച്ചം കാണാനാണ്? അങ്ങനെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, വീട് ജപ്തിയിലായവർ, ജപ്തിയുടെ വക്കീലായവർ, ജപ്തിയുടെ നോട്ടീസ് വീടിന്റെ പൂമുഖത്ത് കൊണ്ടുവന്ന് ഒട്ടിച്ച് പ്രയാസത്തിലായവർ, അങ്ങനെ വിവിധങ്ങളായ രൂപങ്ങളിൽ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അവരൊക്കെ നമ്മോട് വിളിച്ചറിയിക്കും അവരുടെ കടത്തിന്റെ തോതനുസരിച്ച് അവർക്ക് കടം വീടാനുള്ള വഴികളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ദുആ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഈ കടവുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് കടം വീടാനുള്ള ഏറ്റവും നല്ല മാർഗം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് നിർദ്ദേശിച്ച ചില വഴികളുണ്ട്. ആ വഴികളിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് കടം തന്നത്, നമുക്ക് ഈ ബാധ്യത നൽകിയത്, ഈ പ്രശ്നത്തിൽ നാം അകപ്പെട്ടത്, നമുക്ക് ഖൈർ ലഭിക്കുന്നത്, നമുക്ക് ഷർറ് ലഭിക്കുന്നത് എല്ലാം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ്. നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോ അതിൽ ക്ഷമിക്കുന്നതിന് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കൂലി കിട്ടും. അത് നമുക്ക് ആഖിറത്തില് ദറജ ഉയരാനുള്ള കാരണങ്ങളാണ്. ഇത്തരം കടബാധ്യത കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ആ കടം വീടാൻ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് നിർദ്ദേശിച്ച ദുആ, ദിക്ർ, അത് ജീവിതത്തിൽ പതിവാക്കുക. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ, നിങ്ങളുടെ ചിന്തകൾക്കപ്പുറം അറിയാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ നാം അറിയാതെ, നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ സാധിക്കൂല. എനിക്ക് 60 ലക്ഷം കടമുണ്ട്, എനിക്ക് 1 കോടിയോളം കടമുണ്ട്, എങ്ങനെ ഇത് വീടി കിട്ടാനാണ് എന്ന് പ്രതീക്ഷയില്ലാതെ നിൽക്കുമ്പോ അതിലേക്കുള്ള വഴികൾ അല്ലാഹു നാം അറിയാതെ നമുക്ക് തുറന്നു തരും. അത്തരം ഭീമമായ തുകകൾ കടമുള്ളവർ ഈ ദിക്റുകൾ പതിവാക്കിക്കോ, ഈ ദുആഇനെ പതിവാക്കിക്കോ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ഇന്ന് വരെ സത്യത്തിനെതിരെ പറഞ്ഞിട്ടില്ലാത്ത, ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണഭൂതരായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് നിർദ്ദേശിച്ച, ചൊല്ലാൻ വേണ്ടി കൽപ്പിച്ച, ദുആ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ച ദിക്റുകളും ദുആകളുമാണ് അറിയിക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും വളരെ ആത്മാർത്ഥമായി ഇവിടെ നിന്ന് ചൊല്ലുമ്പോ ഇതിനോടുകൂടെ ഇപ്പോൾ തന്നെ മനസ്സിന്റെ ഉള്ളിൽ നിയ്യത്ത് കരുതുക. അല്ലാഹുവേ, എനിക്ക് ഇത്ര കടമുണ്ട്, 60 ലക്ഷം കടമുണ്ട്, 90 ലക്ഷം കടമുണ്ട്, ഇത് വീടാൻ മറ്റൊരു വഴിയും എന്റെ മുമ്പിലില്ല. നിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ദിക്റാണ് ഞാൻ ചൊല്ലുന്നത്. അല്ലാഹുവേ, കടങ്ങളെ നീ വീട്ടിത്തരണേ എന്ന നിയ്യത്ത് പ്രത്യേകം മനസ്സിൽ കരുതിയിട്ട് എല്ലാവരും ഈ ദിക്ർ ചൊല്ലുക. അല്ലാഹു നമ്മുടെ കടങ്ങൾ വീട്ടിത്തരും ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഇവിടെ നിന്ന് കൂടെ ചൊല്ലണമെന്ന് അറിയിക്കുകയാണ്. അല്ലാഹു നമ്മുടെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നമുക്ക് തുറന്നു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. കടങ്ങൾ വീടാനുള്ള 2 ദുആകളാണ്, 2 ദിക്റുകളാണ് നാം ഇവിടെ അറിയിക്കാൻ വേണ്ടി പോകുന്നത്. ജീവിതത്തിൽ പതിവാക്കിക്കോ. അറിയാത്ത രൂപത്തിൽ അല്ലാഹു കടങ്ങൾ വീട്ടിത്തരും. അതിലുള്ള വഴികളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരും ഇൻഷാ അല്ലാഹ്. എല്ലാവരും ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക. അതിലൊന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഖാലത് ദഖല അലയ്യ അബൂബക്കർ
റളിയല്ലാഹു അൻഹു, മഹാനരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹായുടെ അടുക്കലേക്ക് കടന്നു വരികയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഹൽ സമിഅതി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആഅൻ? ഓ ആയിഷ, ഹബീബായ തങ്ങളിൽ നിന്ന് ഒരു ദുആഇനെ കേട്ടിട്ടുണ്ടോ? ആ ദുആ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ അനുചരന്മാർക്ക് അറിയിച്ചു കൊടുക്കാറുള്ള, പഠിപ്പിച്ചു കൊടുത്തിരുന്ന ദുആ ആണ്. ആ ദുആഇന്റെ പ്രത്യേകത, ലൗ കാന അലാ അഹദിക്കും ജബലു ദഹബിൻ ഫദഅല്ലാഹ ബിദാലിക ലഖല്ലാഹുല്ലാഹ്. ആ പ്രയോഗം തന്നെ ശ്രദ്ധിക്കണം. ആർക്കെങ്കിലും ലൗ കാന അലാ അഹദിക്കും ജബലു ദഹബിൻ, ആർക്കെങ്കിലും പർവ്വത സമാനമായ കടങ്ങളുണ്ടോ, അവർ ഈ ദുആഇനെ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഫദഅല്ലാഹ ബിദാലിക ലഖല്ലാഹുല്ലാഹു, ഈ ദുആഇനെ ദുആ ചെയ്താൽ അല്ലാഹു ആ കടം വീട്ടിക്കൊടുക്കുമെന്ന് പ്രത്യേകം അറിയിച്ച ദുആ ആണ്. അതിൽ ഒരു ദുആ, ആ ദുആ അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മ كاشف الغم مجيب دعوة المضطرين رحمن الدنيا والآخرة ورحيمهما أنت ترحمني فارحمني برحمة تغنيني بها عن رحمة من سواك. ആ ദുആ ആണ് അതിൽ ഒന്നാമത്തെ ദുആ. രണ്ടാമത്തെ ദുആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദഖല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ അൽ മസ്ജിദ, ഹബീബായ തങ്ങൾ പള്ളിയിലേക്ക് കടന്നു വരികയാണ്. ഫഇദൻ ഹുവ ബിറജുലിൻ മിനൽ അൻസാർ, അവിടെ അൻസാറുകളിൽ നിന്ന് ഒരു സ്വഹാബി അവിടെയുണ്ട്. അബൂ ഉമാമ എന്ന പേരുള്ള സ്വഹാബി. യാ അബാ ഉമാമ, ഓ അബൂ ഉമാമേ, മാലി അറാക ഫിൽ മസ്ജിദ് ഫി ഗൈരി വഖതി സ്വലാ, നിസ്കാരത്തിന്റെ സമയമല്ലാത്ത സമയങ്ങളിൽ പള്ളിയിൽ കാണുന്നുണ്ടല്ലോ, എന്തു പറ്റി? ഫഖാല, അപ്പോൾ അബൂ ഉമാമ വിഷമത്തോടുകൂടെ പറയുകയാണ്, ഹുമൂമുൻ ലസിമത്നി വദയൂനുൻ, എനിക്ക് ധാരാളം കടമുണ്ട്, വലിയ കടമുണ്ട് യാ റസൂലല്ലാഹ്, എനിക്ക് ധാരാളം കടമുണ്ട്. ഫഖാല, അപ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു, അലാ ഉഅല്ലിമുക കലാമൻ ഇദാ അൻത ഖുൽത, ഞാനൊരു വാചകം, ഒരു ദുആ പഠിപ്പിച്ചു തരട്ടെയോ? ആ ദുആഇനെ ചൊല്ലുകയാണെങ്കിൽ അദ്ഹബല്ലാഹു ഹമ്മക വഖളാ ദൈനക, അല്ലാഹു നിന്റെ കടം വീട്ടി തരും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് സ്വഹാബിയോട് പറയുകയാണ്, ഞാനൊരു ദുആ പഠിപ്പിച്ചു തരട്ടെ, ആ ദുആ ചൊല്ലുകയാണെങ്കിൽ, ആ ദുആ ചെയ്യുകയാണെങ്കിൽ നിന്റെ കടം അല്ലാഹു വീട്ടിത്തരുമെന്ന് ഹബീബായ തങ്ങള് അവിടുത്തെ പരിശുദ്ധമായ നാക്കുകൊണ്ട് പറഞ്ഞതാണ്. അലാ ഉഅല്ലിമുക കലാമൻ ഇദാ അൻത ഖുൽതഹു, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വാക്ക്, അദ്ഹബല്ലാഹു ഹമ്മക വഖളാ ദൈനക, അല്ലാഹു നിന്റെ കടത്തിനെ വീട്ടിത്തരുമെന്നാണ്. ഖളാ ദൈനക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അല്ലാഹുവേ ഞങ്ങളുടെ കടങ്ങളെ നീ വീട്ടിത്തരണം അല്ലാഹ്. ഏതാണ് ആ ദുആ എന്നറിയോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹരി റിജാൽ. അതാണ് ആ ദുആ. ആ ദുആ അങ്ങനെ ദുആ ചെയ്തു. ഫഫഅൽതു ദാലിക, ആ സ്വഹാബി പറയാണ്, ഫഫഅൽതു ദാലിക, ഞാൻ അങ്ങനെ അത് ചെയ്തു. ഫഹദ്ഹബല്ലാഹു ഹമ്മി, അല്ലാഹു എന്റെ ടെൻഷൻ അത് നീക്കി തന്നു. വഖളാ അന്നി ദൈനി, അല്ലാഹു എന്നെ തൊട്ട് ആ കടം വീട്ടി തന്നു. അപ്പോൾ ഈ ദുആഇന്റെ പ്രത്യേകത, ആ ദുആ ചെയ്തപ്പോ അല്ലാഹു അതിന് പരിഹാരം കണ്ടെത്തി. ആ സ്വഹാബിക്ക് അബൂ ഉമാമക്ക് ഉണ്ടായിരുന്ന കടങ്ങള് അല്ലാഹു വീട്ടിക്കൊടുക്കുകയും ചെയ്തു. അതായത് ഈ ദുആ ചെയ്തപ്പോ പരീക്ഷിച്ചിട്ട് ഫലം കണ്ടെത്തിയ, ഫലം ലഭിച്ച ദുആ ആണ് ഈ ദുആ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ദുആവും ഇൻഷാ അല്ലാഹ് നമുക്ക് നിയ്യത്ത് മനസ്സിൽ കരുതിയിട്ട് ഈ രണ്ട് ദുആവും വളരെ കുറഞ്ഞ സമയം ചെയ്ത് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് നമ്മുടെ കടങ്ങളൊക്കെ വീടാൻ വേണ്ടി പ്രത്യേകം മനസ്സിൽ കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. എല്ലാവരും ഇതിന്റെ കൂടെ ചൊല്ലുക.
اللهم فارج الهم كاشف الغم مجيب دعوة المضطرين رحمن الدنيا والآخرة ورحيمهما أنت ترحمني فارحمني برحمة تغنيني بها عن رحمة من سواك اللهم فارج الهم كاشف الغم مجيب دعوة المضطرين رحمن الدنيا والآخرة ورحيمهما أنت ترحمني فارحمني برحمة تغنيني بها عن رحمة من سواك اللهم فارج الهم كاشف الغم مجيب دعوة المضطرين رحمن الدنيا والآخرة ورحيمهما أنت ترحمني فارحمني برحمة تغنيني بها عن رحمة من سواك اللهم فارج الهم كاشف الغم مجيب دعوة المضطرين رحمن الدنيا والآخرة ورحيمهما أنت ترحمني فارحمني برحمة تغنيني بها عن رحمة من سواك اللهم فارج الهم كاشف الغم مجيب دعوة المضطرين رحمن الدنيا والآخرة ورحيمهما أنت ترحمني فارحمني برحمة تغنيني بها عن رحمة من سواك اللهم فارج الهم كاشف الغم مجيب دعوة المضطرين رحمن الدنيا والآخرة ورحيمهما أنت ترحمني فارحمني برحمة تغنينا بها عن رحمة من سواك اللهم فارج الهم كاشف الغم مجيب دعوة المضطرين رحمن الدنيا والآخرة ورحيمهما أنت ترحمني فارحمني برحمة تغنيني بها عن رحمة من سواك اللهم فارج الهم كاشف الغم مجيب دعوة المضطرين رحمن الدنيا والآخرة ورحيمهما أنت ترحمني فارحمني برحمة تغنيني بها عن رحمة من سواك اللهم فارج الهم كاشف الغم مجيب دعوة المضطرين رحمن الدنيا والآخرة ورحيمهما أنت ترحمني فارحمني برحمة تغنيني بها عن رحمة من سواك اللهم فارج الهم كاشف الغم مجيب دعوة المضطرين رحمن الدنيا والآخرة ورحيمهما أنت ترحمني فارحمني برحمة تغنيني بها عن رحمة من سواك أرحم الراحمين ربي നിന്റെ ഹബീബായ തങ്ങള് അവിടുന്ന് പഠിപ്പിച്ചതുപോലെ സാധുക്കളായ ഞങ്ങള് പ്രശസ്തമായ ദുആ ചെയ്തിരിക്കുകയാണ്. ഞങ്ങളിൽ ഒരുപാട് ആളുകൾ ലക്ഷക്കണക്കിന് കടബാധ്യതയുള്ളവരാണ്. വിവിധങ്ങളായ രൂപങ്ങളിൽ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. അർഹമർ റഹീമായ റബ്ബേ, കടങ്ങളെല്ലാം വീട്ടിത്തരണം റഹ്മാൻ. കടബാധ്യതയോടുകൂടെ ഞങ്ങളെ ഒരാളെയും നീ മൗത്താക്കല്ല അല്ലാ. ഇതൊക്കെ എങ്ങനെ വീടിക്കിട്ടാനാണെന്ന് കരുതി പ്രതീക്ഷയറ്റ് കിടക്കുന്നവരാ. ജീവിതത്തിന്റെ ഓരോ ദിവസത്തെ ചെലവിന് പോലും പ്രയാസപ്പെടുന്നവരാ. വീട്ടിത്തരണം റഹ്മാൻ, വീട്ടിത്തരണം അല്ലാ. ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ ദുആ ചൊല്ലാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും മനസ്സിന്റെ ഉള്ളിലെ പ്രത്യേകം നിയ്യത്ത് കരുതി ചൊല്ല. اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. اللهم إني
إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال أرحم الراحمين يا ربي സാധുക്കളായ ഞങ്ങള് നിന്റെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു സഹാബി വര്യനോട് കടബാധ്യത കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു സഹാബിയോട് കടങ്ങളെ കൊണ്ട് ആവലാതി പറഞ്ഞപ്പോ ഇങ്ങനെ ദുആ ചെയ്താൽ കടം വീടുമെന്ന് പറഞ്ഞപ്പോ അബൂ ഉമാമ എന്ന സഹാബി അങ്ങനെ ദുആ ചെയ്തപ്പോ അല്ലാഹു കടം വീട്ടിക്കൊടുത്ത ദുആ ആണ് സാധുക്കളായ ഞങ്ങൾ ദുആ ചെയ്തത്. അല്ലാഹുവേ, ഇപ്പോൾ ഇതിന്റെ കൂടെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന എത്രയോ ആളുകള് വിനീതനായ എന്നോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആളുകള് ലക്ഷക്കണക്കിന് കടബാധ്യതകളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞ് വീട് നിർമ്മാണം നടത്തിയിട്ട് മറ്റുള്ളവർക്ക് ക്യാഷ് കൊടുത്തിട്ട് ബിസിനസ് സംരംഭങ്ങളിലേക്ക് ക്യാഷ് ഇറക്കിയിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് മറ്റുമൊക്കെ യാത്ര പുറപ്പെടാൻ വേണ്ടി വിസക്കും മറ്റുമൊക്കെ ക്യാഷ് ചെലവാക്കിയതിന്റെ പേരിൽ, കടം വാങ്ങിച്ചതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന ആളുകള് പല രൂപത്തിലും കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് ചൊല്ലിയത്. അല്ലാ വീട്ടിക്കൊടുക്കണം റഹ്മാനെ, വഴികളെ തുറന്നു കൊടുക്കണം അല്ലാ, കടബാധ്യതയോടുകൂടെ മൗത്താക്കല്ല അല്ലാ. മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ മയ്യത്തിന്റെ കടബാധ്യത ആരേറ്റെടുക്കാനുണ്ടെന്ന് ചോദിക്കുന്ന ഹതഭാഗ്യരിൽ സാധുക്കളായ ഞങ്ങളെ നീ പെടുത്തല്ല അല്ലാ. ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ മനുഷ്യരുമായുള്ള മുഴുവൻ ബാധ്യതകളും തീർത്ത് അല്ലാഹുവുമായുള്ള ബാധ്യതകളെ തീർത്ത് ഒരു കടവുമില്ലാതെ നിന്റെ ലിഖായിലേക്ക് അടുക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദ്. ഇൻഷാ അല്ലാഹ് കടങ്ങളുള്ളവരെ ജീവിതത്തിലുടനീളം ഈ രണ്ട് ദുആകൾ പതിവാക്കുക. അല്ലാഹു കടങ്ങളൊക്കെ വീട്ടിത്തരും ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആളുകളെ പല വിഷയങ്ങളും പറഞ്ഞ് എഴുതി അറിയിച്ചവരും മെസ്സേജ് അയച്ച് അറിയിച്ചവരും പല രൂപത്തിലും നമ്മെ ഫോൺ വിളിച്ചറിയിച്ചവരൊക്കെയുണ്ട്. എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ഒഴിവിനനുസരിച്ച് മറുപടി നൽകുമെന്ന് അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും അല്ലാഹു എല്ലാത്തിൽ നിന്നും നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.